I come in, madam? Come in. എവിടായിരുന്നു ഇത്ര നേരം? അനിയത്തിക്ക് നാട് വിടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നോ? നീ തെളിവുകളെല്ലാം മറച്ചുവെച്ച് മഹിമയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യം ഞാൻ മാഡത്തിനെ അറിയിച്ചു. നിനക്ക് ജോലിയോട് കൂറുണ്ടെന്ന് അഭിനയിക്കാൻ മാത്രമല്ലേ കഴിയൂ. എനിക്ക് ശരിക്കും കൂറുണ്ട്. മാഡം, എനിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കണം. തീർച്ചയായും. ഇത്രയും വലിയൊരു തെറ്റ് കാണിച്ചതിന് തനിക്ക് എന്ത് വിശദീകരണമാണ് പറയാനുള്ളതെന്ന് എനിക്കൊന്ന് കേൾക്കണം. മാഡം, ഞാൻ മുഴുവൻ തെളിവുകളും കൊണ്ട് മാഡത്തിനെ കാണാൻ വരുമായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് അനിത മാഡം എല്ലാം പറഞ്ഞു എന്ന് മാത്രം. പച്ച കള്ളമാണ് മാഡം. ഇവൾക്കേ മഹിമയ്ക്കെതിരെയുള്ള തെളിവുകൾ കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി. സംശയം ഉണ്ടെങ്കിൽ ഫോറൻസിക് ലാബിലെ പ്രകാശൻ സാറിനെ വിളിച്ചു ചോദിച്ചാൽ മതി. അദ്ദേഹം പലതവണ ഇവളോട് എല്ലാ തെളിവുകളും മാഡത്തിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടും ഇവള് കൂട്ടാക്കിയില്ല. ഇങ്ങനെ കുന്ത വിഴുകിയ പോലെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. മഹിമയാണോ പീതാംബരന്റെ കൊലപാതകം നടത്തിയത് എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ സംശയം എല്ലാവരോടും പങ്കുവെക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നി. അതിനാ ഇത്രയും സമയം ഞാൻ എടുത്ത്. നോ, താൻ ഇത്രയും സമയം എടുക്കാനുള്ള കാരണം മഹിമയ്ക്കെതിരെയുള്ള തെളിവ് ശേഖരിക്കാനല്ല. മഹിമ അല്ല ഈ കൊലപാതകം നടത്തിയതെന്ന് വരുത്തി തീർക്കാനുള്ള പറക്കപ്പാച്ചിലായിരുന്നു താൻ. തനിക്ക് ആ സർജിക്കൽ നൈഫ് കണ്ടപ്പോ തന്നെ അത് മഹിമയുടേതാണെന്ന് മനസ്സിലായി. താനൊരു നല്ല പോലീസുകാരിയായിരുന്നെങ്കിൽ അപ്പൊ തന്നെ തന്റെ സംശയം മേലുദ്യോഗസ്ഥരെ അറിയിച്ചേനെ. പക്ഷെ താൻ സ്വന്തം അനിയത്തെ രക്ഷിക്കാൻ വേണ്ടി തെളിവുകൾ മറച്ചുവെച്ചു. താൻ മാധവൻ സാറിന്റെ മകളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗുണം കാണിക്കുമെന്നാ ഞാൻ കരുതിയത്. താൻ അദ്ദേഹത്തിന് ചീത്തപ്പേര് മാത്രമേ ഉണ്ടാക്കൂ. യു ഷുഡ് ബി അഷെയിംഡ് ഓഫ് യുവർസെൽഫ്. ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയാ മാഡം. എന്തെങ്കിലും കാര്യം കൈവിട്ട് പോയി എന്ന് മനസ്സിലായ അപ്പ കരഞ്ഞോളൂ. പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ. അരവിന്ദാക്ഷൻ സാറിനെ ഇവള് പോക്കറ്റിലാക്കിയതും ഈ നമ്പർ ഇറക്കിയിട്ടില്ലേ? ഇവൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് തനിക്കറിയായിരുന്നോ? ഒരിക്കലും ഇല്ല മാഡം. അറിഞ്ഞിരുന്നെങ്കിൽ കൈയോടെ ഞാൻ മാഡത്തിനെ അറിയിച്ചേനെ. താൻ കാണിച്ച അഹങ്കാരത്തിന് തനിക്കെതിരെ എന്തായാലും നടപടി ഉണ്ടാവും. പക്ഷെ അതിനി സമയമുണ്ട്. ഇപ്പൊ നമുക്കൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടത്താനുണ്ട്. മഹിമയെ അറസ്റ്റ് ചെയ്യണം. എല്ലാരും വാ. അറസ്റ്റിന്റെ ക്രെഡിറ്റ് മുഴുവൻ ടീമിന് ഇരിക്കട്ടെ, പ്രത്യേകിച്ച് മഹിമയുടെ ചേച്ചിക്ക്. അനിതേ, ഇവളുടെ ഫോൺ വാങ്ങി വെച്ചേക്ക്. റിസ്ക് എടുക്കണ്ട. ഓക്കെ മാഡം. താടി വേണ്ട, ഒന്നും പറയണ്ട. ഒരു സീനിയറിന്റെ സ്ഥാനത്ത് നിന്നല്ല ഞാൻ നിന്നോട് പെരുമാറിയിട്ടുള്ളത്. കാരണം ഞാൻ നിന്നെ കണ്ടത് എന്റെ മകളുടെ സ്ഥാനത്താ. ആ എന്നിൽ നിന്നും നീ ഇതൊക്കെ മറച്ചു വെച്ചത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ. സാർ അറിഞ്ഞ ഉറപ്പായിട്ടും ഐശ്വര്യ മാഡത്തോട് എല്ലാം പറയാൻ ആവശ്യപ്പെടുമെന്ന് ഞാൻ കരുതി. ശരിയാണ്, അങ്ങനെ തന്നെ പറയൂ. കാരണം അതാണ് നമ്മുടെ ഡ്യൂട്ടി. പക്ഷേ അവളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മഹിമയല്ല കുറ്റക്കാരി എന്ന് തെളിയിക്കുന്നത് വരെ ഞാൻ ശ്രമിക്കുമായിരുന്നു. ഈ മുഴുവൻ ഡിപ്പാർട്ട്മെന്റും നിന്റെയും മഹിമയുടെ കൂടെ നിന്നെ. പക്ഷേ നീ ഞങ്ങളെ വല്ലാതെ ചെറുതായി കണ്ടുപോളെ. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ അതിനേക്കാൾ എനിക്ക് വിഷമം നീ കാരണം മാധവനൊരു ചീത്തപ്പേരുണ്ടായതാണ്. അദ്ദേഹത്തെ പോലെ സത്യസന്ധനായ ഒരു പോലീസുകാരന് ഇങ്ങനൊരു ഗതി ഉണ്ടാവരുതായിരുന്നു. നീ മാത്രമാണ് ഇതിന് ഉത്തരവാദി.